ടി ജി മണിപ്പൂർ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. പക്ഷേ മണിപ്പൂരിൽ അനുദിനം സ്ഥിതി വഷളാവുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് വരെ അങ്ങോട്ട് പോയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ്. ഇപ്പോൾ ഈ ചില കേന്ദ്രങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു, സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മണിപ്പൂർ കത്തുന്നത്. RSS വിചാരിച്ചാൽ മണിപ്പൂർ കലാപം സ്വിച്ചിട്ട പോലെ നിൽക്കുമെന്നാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലൊന്നും പോവാത്തത്? പ്രധാനമന്ത്രി പോകേണ്ട ഈ എല്ലാ കാര്യത്തിനും പ്രധാനമന്ത്രി അവിടെ പോയിട്ട് തന്നെ പരിഹരിക്കേണ്ടതൊന്നുമല്ല. മണിപ്പൂരിൻ്റെ പരിഹാരം വേറെയാണ്. മണിപ്പൂർ പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത് എപ്പോഴാണ്? പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം അനൗൺസ് ചെയ്തു. മണിപ്പൂരിൽ പ്രശ്നം തുടങ്ങി. കഴിഞ്ഞ തവണത്തെ മണിപ്പൂർ പ്രശ്നം നോക്കിക്കോ. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് മണിപ്പൂരിൽ പ്രശ്നം തുടങ്ങി. ഇതൊരു പ്രത്യേക ഡിസൈനാണ്, സ്വാഭാവികമല്ല. ഈ ഡിസൈൻ അടിച്ചമർത്തണം എന്നുള്ളതാണ് RSSൻ്റെ ആവശ്യം. കാരണം ഈ അനുനയത്തിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞു, എല്ലാ വാതിലും അടഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തിൽ 10 പേര് മരിച്ചു. ഇതിൽ 9 പേര് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ബർമാക്കാരാണ്, മ്യാൻമറിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നില്ല. ഇവിടുത്തെ കുക്കികൾ, നമ്മുടെ മാധ്യമങ്ങൾ ഇത് അന്വേഷിക്കുന്നില്ല. അവർക്ക് താല്പര്യമുള്ള വാർത്ത എടുത്തിട്ട് ഫ്ലാഷ് ചെയ്യുക. ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. മണിപ്പൂരിൽ വേറെ എന്ത് സംഭവിച്ചാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുരിശ് വെച്ച കെട്ടിടം, അത് ക്രിസ്ത്യൻ പള്ളിയാവാം, ലൈബ്രറി ആവാം, വേറെ എന്തുമാകാം. അല്ലെങ്കിൽ വെറുതെ ഒരാൾ വീട്ടിലൊരു കുരിശ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പള്ളിയായിട്ട് പ്രഖ്യാപിക്കും. ഈ സാധനം അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മണിപ്പൂരിനെ പറ്റി ആരും അന്വേഷിക്കാറില്ല. അന്വേഷിച്ച ഒരു കത്തോലിക്കനാണ് ജോർജ് കള്ളിവയലിൽ. അതിവർക്ക് സെൽഫ് ഗോളായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ സത്യസന്ധമായിട്ട് എഴുതി എന്താ അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മയക്കുമരുന്ന് ലോബിയുടെ കളിയാണ് അവിടെ നടക്കുന്നത്. അവർ വിചാരിച്ചാൽ അവിടെ കലാപം ഉണ്ടാകും, അവർ വിചാരിച്ചാൽ കലാപം അസ്തമിക്കും. അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് കേന്ദ്ര നിയന്ത്രണത്തിലേക്ക്, സംസ്ഥാന പോലീസിൻ്റെയും പട്ടാളത്തിലെയും നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യത്തെ ചുവടാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. അത് പല സ്ഥലത്തും കേന്ദ്രം വീണ്ടും പ്രയോഗിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു, എടുത്തു കളഞ്ഞതാണ്. ഞാനിത് കഴിഞ്ഞ വർഷം മെയ്തേയ് ഗ്രൂപ്പിൻ്റെ, മെയ്തേയ്ക്കാർ ഒരുപാട് ബാംഗ്ലൂരുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ ലീഡറുമായിട്ട് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കണ്ടതല്ല, യാദൃശ്ചികമായിട്ട് വേറൊരു യോഗത്തിൽ വെച്ച് കാണുകയും ഇത് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മണിപ്പൂരിൽ എൻ്റെ സൊല്യൂഷൻ അഫ്സ്പ പ്രഖ്യാപിക്കുക എഗെയിൻ. അതാണ്. ഈ മനുഷ്യനൊന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. കാരണം ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ട് അദ്ദേഹത്തിന് ആ സജഷൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ എന്നോടുള്ള അടുപ്പം അദ്ദേഹത്തിന് തടസ്സമാകുകയും ചെയ്തു. കുറേ കാലമായിട്ട് പരിചയമുണ്ട്, ഞാനൊരു മര്യാദക്കാരനാണ്, രാജ്യസ്നേഹിയാണെന്നൊക്കെ പുള്ളിക്കറിയാം. അപ്പോൾ ആ സജഷൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി മണിപ്പൂരിനെ പറ്റി ഒരുപാട് ചരിത്രങ്ങൾ, കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അനുഭവങ്ങളൊക്കെ പറഞ്ഞു. അത് പറയുമ്പോഴും എനിക്കറിയാം പുള്ളി മെയ്തേയ് വിഭാഗത്തിൻ്റെ നേതാവാണ്, കുക്കികളിലെ അല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഞാനങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങിയുമില്ല. കാരണം കുക്കികൾ അവരുടെ ഒരു കഥ പറയാനുണ്ടാവുമല്ലോ. ടോട്ടൽ സംഭവം നോക്കിക്കഴിഞ്ഞാൽ കുക്കികൾ ഓവർ പ്ലേ ചെയ്യുന്നു. ഇപ്പോഴത്തെ ഈ സംഭവത്തിൻ്റെ തുടക്കം നോക്ക്. മെയ്ത്തികൾക്കും കൂടെ സംവരണം കൊടുക്കുന്ന കാര്യം പരിഗണിക്കണം എന്ന് പറഞ്ഞൊരു കോടതി വിധി, അവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അത് ഈ ബീരേൻ സിംഗിൻ്റെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി, ആ വിധി സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. വാസ്തവത്തിൽ അങ്ങനൊരു വിധി കൊടുക്കേണ്ട കാര്യം തന്നെ ഹൈക്കോടതിക്കില്ല. സംവരണം കൊടുക്കുന്നത് പരിഗണിക്കണം എന്ന് പറയേണ്ട കാര്യം എന്താ? അത് പറയേണ്ട കാര്യമില്ല. കാരണം അത് ഒരു ബേണിംഗ് ഇഷ്യൂ ആണെന്ന് കോടതിക്കറിയാം. കോടതിക്ക് ആർക്കെങ്കിലും സംവരണം കൊടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുകയുമില്ല. അത് ചെയ്യേണ്ടത് ലെജിസ്ലേച്ചറാണ്. ഈ സമയത്ത് ഈ മുരളീധർ കയറിയിട്ട് സിംഗിൾ ബെഞ്ച്, മുരളീധർ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ചിദംബരത്തിൻ്റെ അപ്പോയിൻമെൻറ്റാണ് മുരളീധർ. ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഈ സർക്കാരിനെ എംബ്രാസ് ചെയ്യുന്ന സകല വിധികളും എഴുതിയത് മുരളീധരനാണ്.
മുരളീധർ വാസ് ട്രാൻസ്ഫേർഡ് ടു മണിപ്പൂർ ഹൈക്കോർട്ട്. മുരളീധറിന് ആ ട്രാൻസ്ഫർ ഇഷ്ടപ്പെട്ടില്ല. ഒരു മാസത്തോളം മുരളീധർ ചാർജ് എടുക്കാതെ നടന്നു. സുപ്രീം കോടതി കണ്ണുരുട്ടിയപ്പോഴാണ് പോയി ചാർജ് എടുത്തത്. ചാർജ് എടുത്തിട്ട് ഈ ജഡ്ജ്മെൻ്റ് എന്ന് പാരവെച്ചു. എന്നാൽ ഡിവിഷൻ ബെഞ്ചിനത് സ്റ്റേ ചെയ്യാം. ഡിവിഷൻ ബെഞ്ച് ചെയ്തില്ല. ബിരേൻ സിംഗ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിക്ക് അത് സ്റ്റേ ചെയ്യാമായിരുന്നു വേണമെങ്കിൽ ചന്ദ്രചൂഡിന്. വെൻ ദ ഹോൾ സ്റ്റേറ്റ് ഈസ് ബേണിങ് യു ക്യാൻ സ്റ്റേ ആൻ ഓപ്പറേഷൻ. ബഹളം കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് അല്ലല്ലോ, ഇൻ്ററിം സ്റ്റേ ആണല്ലോ. അത് ചെയ്തില്ല. ഹി റിമാൻഡഡ് ദ കേസ് ബാക്ക് ടു ഡിവിഷൻ ബെഞ്ച് ഫോർ റീകൺസിഡറേഷൻ. ഇങ്ങനെ ജുഡീഷ്യറി ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ ജുഡീഷ്യറി സർക്കാരിൻ്റെ കൂടെ നിന്നില്ല. അങ്ങനെയാണ് ഈ പ്രശ്നം വഷളാവുന്നത്. ഇവർക്ക് ആയുധം കിട്ടുന്നത് ബർമയിൽ നിന്നാണ്. ആയുധങ്ങൾ ചൈനയുടെ ആണ്, പക്ഷെ വരുന്നത് ബർമ വഴിക്കാണ്. ബർമ ഈസ് ഫെസിലിറ്റേറ്റർ. ഇത് ഞാൻ പറഞ്ഞില്ലേ സുനിലെ, എനിക്ക് 1992 ഞാൻ ആസാമിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഈ സത്യം അറിയാം. ബട്ട് 93 എനിക്ക് തോന്നുന്നു ഹിതേശ്വർ സൈക്കിയാണ് അന്ന് മുഖ്യമന്ത്രി എന്ന് തോന്നുന്നു. എനിവേ സമ്മൺ 93 അദ്ദേഹം ആസാം അസംബ്ലിയിൽ പറയുന്നു ഈ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് ബർമ വഴിക്കാണ്, ചൈനയുടെ ആയുധമാണ്, ചൈനയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. എന്നെപ്പോലെ കേരളത്തിൽ നിന്ന് പോയ ഒരുത്തൻ അറിഞ്ഞിട്ട് പിന്നെയും 1 വർഷം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അവിടുത്തെ അറിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു, ആ ഗ്രനേഡിൻ്റെ കഥ. ഗ്രനേഡിൻ്റെ എക്സാക്ട്ലി അത് തന്നെ. അപ്പോൾ അത്രയ്ക്ക് ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡായിരുന്നു ഭരണകൂടത്തിന്. ഞാൻ മണിപ്പൂരിൻ്റെ കാര്യം പറയുമ്പോൾ ആസാം പറയുകയല്ല, ഇറ്റ് ഈസ് ഓൾ ഇൻ്റർലിങ്ക്ഡ്. ഭരണപരമായ സൗകര്യം പിന്നെ ഈ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ ഡിമാൻഡ് ഒക്കെ വെച്ചിട്ടാണ് ഇത് കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ സംസ്ഥാനം മതി. മേ ബി അരുണാചൽ പ്രദേശ് കുറേ വലുതാണ്, അത് വേണമെങ്കിൽ മാറ്റി നിർത്താം. ബാക്കിയുള്ളതൊക്കെ ഒറ്റ സംസ്ഥാനത്തിന് ഇട്ടാവട്ടമല്ലേ ഉള്ളൂ. ഈ മിസോറാം, ത്രിപുര, ഇതിനൊക്കെ എന്ത് വലിപ്പമുണ്ട്? നമ്മുടെ കണയന്നൂർ താലൂക്കിൻ്റെ വലിപ്പമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ബട്ട് അത് ശരി, അവർക്ക് അങ്ങനെ വേണം, അങ്ങനെ കൊടുത്തു. എന്നിട്ടും ഇതൊന്നും അടങ്ങുന്നില്ല. ഇതിൻ്റെ മൂലകാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ ഇതാക്കി വിഭജിച്ചു. അതിനകത്ത് ചിറ്റഗോങ് ഹിൽ ട്രാക്റ്റ് എന്ന് പറയുന്ന ഏരിയ, ചിറ്റഗോങ് തുറമുഖം അടക്കം, ഇവിടെയൊക്കെ ഹിന്ദു ഭൂരിപക്ഷമാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ടോക്കിൽ ഞാൻ പറഞ്ഞു 98.5 ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ചേർത്തു. ബംഗ്ലാദേശിൽ പോയി പിന്നീട്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യന്മാർക്ക് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് അവിടെ ആവശ്യമാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അനാവശ്യമായിട്ട് രോമാഞ്ചം കൊള്ളുകയാണ്, കുറച്ച് പേരെങ്കിലും. കാരണം ഈ ക്രിസ്ത്യാനി അല്ല ആ ക്രിസ്ത്യാനി. ഇവിടുത്തെ ഒരു ബിഷപ്പ് അവിടെ പോയി കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയക്കാർ പോകും, ഹൈബി ഈഡൻ പോകും, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് പോകുക. പോയാൽ പുല്ല് വിലയാണ് അവിടെ. ഈ ക്രിസ്ത്യാനി അല്ല, അവരിവരെ മൈൻഡ് ചെയ്ത് പിന്നല്ലാതെ അവർ വേറെ ആൾക്കാരാണ്. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ അൾട്ടിമേറ്റ്ലി പോപ്പ് എന്നൊക്കെ പറയുമെങ്കിലും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ആർച്ച് ബിഷപ്പിന് പുല്ല് വിലയാണ് മണിപ്പൂരിൽ. അതുകൊണ്ടാണ് ഒരു പരിധി വിട്ട് കേരളത്തിലെ ബിഷപ്പുമാരാണെങ്കിലും ഒക്കെ മണിപ്പൂർ വിഷയം എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ മുതലാവുന്നൊരു വിഷയമല്ല അത്. അവരെ നിങ്ങൾ അംഗീകരിച്ചാലും അവർ നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ പാലസ്തീന് വേണ്ടിയിട്ട് ബഹളം വയ്ക്കുന്നില്ലേ? പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് പരമപുച്ഛമാണ്, അവർക്ക് അറിഞ്ഞുപോലും കൂടെ ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഗോവയിലെ ക്രിസ്ത്യൻ ബിഷപ്പുമാർ, മധ്യപ്രദേശിലെ ക്രിസ്ത്യൻസ്, കേരളത്തിലെ ക്രിസ്ത്യൻസ്, ഈവൻ ഡൽഹിയിലെ ക്രിസ്ത്യൻസ്, നല്ല കാശൊക്കെയുള്ള വലിയ മൊണാസ്ട്രിയൊക്കെയുള്ള ആൾക്കാർ, ഇവരാരും മണിപ്പൂർ പ്രശ്നത്തിൽ നിലപാടെടുക്കാനോ ബഹളം വയ്ക്കാനോ പോകാത്തത് ഈ ഒരു സംഭവം കൊണ്ടാണ്. ബിക്കോസ് ദിസ് ഗ്രൂപ്പ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ്. ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നവരല്ല. അവർക്ക് ഇൻ്റർനാഷണൽ കണക്ഷൻസ് വേറെയുണ്ട്. അവർക്കൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് അവിടെ ആവശ്യമാണ്. അമേരിക്കയ്ക്ക് അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ്സ് വേണമെന്ന് അമേരിക്ക നിർബന്ധിക്കുകയും ഷെയ്ഖ് ഹസീന അത് സമ്മതിക്കാതെ ആയിക്കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കുക. ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചത് ഇതുപോലെ ഒരു കോടതി വിധിയുടെ പുറത്താണ്. 71 അവരുടെ ബംഗ്ലാദേശ് സമരം,
അതിൽ പങ്കെടുത്തവർക്ക് 30% സംവരണം ഉണ്ടായിരുന്നു. ആ സംവരണം ഷെയ്ഖ് ഹസീന എടുത്തു കളഞ്ഞു. വർഷം ഒരുപാടായാലും ഇനിയിപ്പോൾ എന്ത് സംവരണം എന്ന് പറഞ്ഞിട്ട് എടുത്തു കളഞ്ഞതിനെതിരെ ഹർജി വന്നു. ബംഗ്ലാദേശിലെ ഹൈക്കോടതി വിധിച്ചു ആ സംവരണം റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഷെയ്ഖ് ഹസീന അത് എതിർത്ത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. എന്നിട്ടും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സമരം. എന്തിന്? 30% സംവരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. വാസ്തവത്തിൽ കൊടുക്കുകയല്ല, അവരാണ് എടുത്ത് കളഞ്ഞത്. ഹൈക്കോടതിയാണ് കൊടുത്തത്. ഹൈക്കോടതി കൊടുക്കാൻ പറഞ്ഞു. ബട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഷെയ്ഖ് ഹസീന സ്റ്റേ ഓർഡർ വാങ്ങിച്ചു. എന്നിട്ട് സുപ്രീം കോടതിയിൽ വാദം തുടങ്ങാൻ, ഇതെന്തുകൊണ്ട് ഞാൻ നിർത്തിയെന്ന് വാദിക്കാൻ. പക്ഷേ അതിൻ്റെ റിവേഴ്സ് പറഞ്ഞിട്ട് ഷെയ്ഖ് ഹസീനയുടെ നേർക്ക് ഈ തഖ്ത പലട്ട് എന്ന് പറയും റെജീം ചേഞ്ച് വരുത്തി അമേരിക്ക. ഇതെല്ലാം ചെയ്തത് ഈ ബഹളത്തിനിടയ്ക്ക് ഈ ചിറ്റകവും അടങ്ങുന്ന സ്ഥലം ചേർത്തിട്ട് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ്, അതിനകത്ത് ത്രിപുര വരും, മിസോറാം വരും, നാഗാലാൻഡ് വരും, മണിപ്പൂർ വരും, ബംഗ്ലാദേശിൻ്റെ ഒരു പാർട്ട് ചിറ്റകവും കുറച്ച് സ്ഥലവും കൂടെ വരും. ദാറ്റ് വിൽ ബി അമേരിക്കാസ് ബേസ്. ഹസീന അത് പറയുകയും ചെയ്തു. യെസ്, ഒരു വൈറ്റ് മാൻ എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടു. ഇറ്റ് ഈസ് ട്രൂ. സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ നീളമേ ഉള്ളൂ അതിന്. ബട്ട് സ്റ്റിൽ ഒരു ചെറിയ വിമാനം ഇറങ്ങാം. അവർക്കതിന് അവർ ബേബി ബേ എന്നൊക്കെ പറയും. അമേരിക്കയുടെ ചെറിയൊരു അമേരിക്കൻ താവളം ഇത് എങ്കിലും അവർക്ക് കിട്ടണം. മറ്റത് ക്രിസ്ത്യൻ സ്റ്റേറ്റ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. എന്തുമായിക്കോട്ടെ, അതാണ് അൾട്ടിമേറ്റ് എയിം. ഈ എയിം നടന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് എംബസി പൂട്ടി ഓടേണ്ടിയും വന്നു. ഇപ്പോൾ ജാനുവരി 20 ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നു. ട്രംപ് ഈ കാര്യത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ട്രംപ് പറഞ്ഞു, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥയിൽ ആകെ കൂടെ ചെയ്യാവുന്നത് മണിപ്പൂരിൽ വീണ്ടും ഒരു കലാപം ഉണ്ടാക്കുക, ഒരു പ്രശ്നം ഉണ്ടാക്കുക, കുറേ പേരെ കൊല്ലുക. ഏതായാലും ഇത്തവണ കേന്ദ്ര സർക്കാർ റൂത്ത്ലെസ്സായിട്ട് ഇടപെടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് സ്ഥലത്തെങ്കിലും ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് വരുന്നത്. ഈ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആവശ്യമാണ്. പഞ്ചാബിൽ 13 വർഷം ഇത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം പഞ്ചാബിലെ പല ജില്ലകളും ആപ്സ്പയുടെ കീഴിലായിരുന്നു. ജമ്മു കാശ്മീരിൽ താഴ്വരയിൽ ഒരുപാട് കാലം ആപ്സ്പ ഉണ്ടായിരുന്നു. ആപ്സ്പ വെച്ചിട്ടാണ് പല സ്ഥലത്തും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. നാഗാലാൻഡിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന സ്പെഷ്യൽ ആക്റ്റാണത്. മോദി കൊണ്ടുവന്നൊന്നുമല്ല. മോദിയാണ് അത് ഓരോ സ്ഥലത്തു നിന്ന് എടുത്തു മാറ്റി നോർമലൈസ് ചെയ്തതും മോദിയാണ്. ഒരു കാലത്ത് കേരളത്തിൽ അത് നമ്മളുടെ തലശ്ശേരി, പെരിങ്ങളം ആ ഭാഗത്ത് ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ച് അവിടെ മാത്രം അപ്സ്പ പ്രയോഗിക്കാൻ നിങ്ങൾക്ക്. അപ്സ്പയുടെ ഒരു ഗുണം അതാണ്. ഒരു സ്റ്റേറ്റ് മൊത്തം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് മൊത്തം വേണമെന്നില്ല. ഒരു പ്രദേശം ചെയ്യാം. ഒരു പ്രദേശം, ഒരു താലൂക്ക്, ഒരു പഞ്ചായത്ത്. ഇവിടെ ഇറ്റ് വിൽ ബി ഹാൻഡഡ് ഓവർ ടു CRPF or ആർമി ഓർ BSF, സെൻട്രൽ ഫോഴ്സ്. ദേ വിൽ വർക്ക് ഇൻ ടാൻഡം വിത്ത് കേരള പോലീസ്. അവർക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട് ആംഡ് ഫോഴ്സസിന്. അത് പ്രധാനം ഡിറ്റൻഷനാണ്. മോഹൻദാസ് കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് മോഹൻദാസിനെ അവർക്ക് തടവിൽ വയ്ക്കാം. ഉപദ്രവിക്കൊന്നുമില്ല, കേസുമില്ല. ബട്ട് യു വിൽ ബി ബിഹൈൻഡ് ബാർസ്. ഈ സ്പെഷ്യൽ പവറാണ് ആംഡ് ഫോഴ്സസിന് കൊടുക്കുന്നത്. സാധാരണ പോലീസിന് അതില്ല. സാധാരണ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് മജിസ്ട്രേറ്റിൽ കൊണ്ടുപോവുകയും ഞാൻ ജാമ്യം എടുക്കാൻ ശ്രമിക്കുകയും പോലീസ് പറ്റില്ല എന്ന് പറയും, കസ്റ്റഡിയിൽ വേണമെന്ന് പറയും. ഇതൊക്കെ ഈ നാടകങ്ങളൊന്നും തന്നെ ഇവർക്ക് ബാധകമല്ല. യു ക്യാൻ ബി ഡീറ്റെയിൻഡ്. പൊട്ടൻഷ്യൽ ട്രബിൾ മേക്കർ എന്ന് അവർക്ക് തോന്നുന്നവർ അവർക്ക് ഡീറ്റെയിൻ ചെയ്യാം. ഇതാണ് സ്പെഷ്യൽ പവർ ആക്ട്. ഇതൊന്നും ഈ കേരളത്തിന് ഇതൊന്നും അറിഞ്ഞുകൂടാ. യു ക്യാൻ എത്ര കൊലപാതകങ്ങളൊക്കെ ഈ കണ്ണൂർ എന്ന് പറയുമെങ്കിലും അറിയാമല്ലോ, തലശ്ശേരി, പെരിങ്ങളം ആ ഭാഗത്തുള്ള 2-3 പഞ്ചായത്തുകളുടെ പ്രശ്നമാണ് ഈ കണ്ണൂർ പ്രശ്നം എന്ന് പറയുന്നത്. കണ്ണൂരിൻ്റെ വടക്കൻ ഏരിയയൊന്നും ഇതാ അറിയുന്ന പോലുമില്ല. ഞാൻ കണ്ണൂർ ഏതെങ്കിലും കൊലപാതകം നടക്കുമ്പോൾ അവിടെ വിളിച്ചു ചോദിക്കും എൻ്റെ സുഹൃത്തിന്, അപ്പോൾ എവിടെ, ഞാൻ കണ്ടില്ലല്ലോ, ഞാനൊന്ന് TV വെച്ച് നോക്കട്ടെ. കാരണം അയാളൊരു 40 കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം. അവിടെ ഒരു കുഴപ്പമില്ല ഇല്ല. കാരണം ഈ കണ്ണൂർ എന്ന് പറയുന്നത് തലശ്ശേരിയും പെരിങ്ങളത്തും ഏത് കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കണ്ണൂരാണെന്ന് പറയും. ശരിയാണ്, സാങ്കേതികമായിട്ട് കണ്ണൂർ ജില്ലയിലാണ്. ഇങ്ങനെ കണ്ണൂരിന് അനാവശ്യമായൊരു ചീത്തപ്പേര്.
സോ ഐ റിക്വസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം രാജ്നാഥ് സിംഗ് ആയിരുന്നു ഹോം മിനിസ്റ്റർ. ഞാൻ കത്തയച്ചു രാജ്നാഥ് സിംഗിന്. പട്ടാള ഭരണം വേണമെന്നൊക്കെ ബി ജെ പിക്കാർ തന്നെ, മുരളീധരൻ തന്നെ എന്നെ തള്ളി പറഞ്ഞു. പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ആർക്കെ കത്തയക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുരളീധരൻ ഒന്ന് വലിയ ബഹളം. ഞാൻ സത്യം കഴിഞ്ഞാൽ മുരളീധരനും കൂടെ വേണ്ടിയിട്ടാണ് സാധാരണ പൗരനായ ഞാൻ കത്തയക്കുന്നത്. അതിൽ മുരളീധരൻ തന്നെ പ്രതിഷേധിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അറിയില്ല ഈ അസ്പ എന്താണെന്ന് അറിയണ്ടേ. അത് വളരെ പട്ടാളഭരണമാണെന്ന് വിചാരിച്ചിട്ട് ഇനി പട്ടാളഭരണമാണെങ്കിൽ തന്നെ എന്താ പ്രശ്നങ്ങൾ തീർന്നാൽ പോലെ. പ്രശ്നങ്ങൾ ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ അവർ ഫ്ലാഗ് മാർച്ച് നടത്തും പട്ടാളം. അതൊരു സൈക്കോളജിക്കൽ ആശ്വാസമാണ് ജനങ്ങൾക്ക്. നൗ പേടിക്കാനില്ല. പുറത്ത് ബൂട്ട് മാർച്ച് ചെയ്യുന്ന ആ ടക്ക് ടക്ക് ഏക് ദോ തീൻ ആ ശബ്ദം കേൾക്കുമ്പോൾ യു വിൽ ഫീൽ കോൺഫിഡൻറ്റ്. അതാണ് ഫ്ലാഗ് മാർച്ച് എന്ന് പറയുന്നത്. വേറെ ഒന്നും ചെയ്യില്ല, അവർ വെറുതെ മാർച്ച് ചെയ്ത് പോകും. ഒരു 50 പേര് 60 പേര്. ആ മാർച്ച് കൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. സംഗതി അതുപോലെ മിസ്ചീഫ് മേക്കേഴ്സിന് പേടിയുണ്ടാകുന്നത് പട്ടാളം വന്നിട്ടുണ്ട് കേട്ടോ, കളിയൊന്നും നടക്കില്ല. സോ ഇമ്മീഡിയറ്റ്ലി ദർ വിൽ ബി റിലീഫ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. ഒന്ന്, പട്ടാളം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് വേണ്ടാത്ത സാധനമാണെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അതിരുകളില്ലാത്ത ലോകം ഏത് ബി ജെ പിക്കാരനും കൂടെ പാടും അല്ലേ? അതെ. കാരണം ബി ജെ പിക്കാരൊക്കെ ഹാഫ് CPM ആയിരിക്കുകയാണ്. ഇവർ ഈ ഡീൽ എന്ന് പറയില്ലേ, ഇതൊന്നും പ്രാക്ടിക്കൽ തരത്തിലുള്ള ഡീൽ നടന്നിരിക്കുന്നത് തലച്ചോറിനകത്താണ്. പലപ്പോഴും ഹാഫ് CPM ആയിട്ട് ബി ജെ പിക്കാർ നടക്കുന്നതാണ്. കാർഷിക രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കി CPM. നോ. ഭൂപരിഷ്കരണം നോ. അത് വരുത്തിയത് CPIയും കോൺഗ്രസുമാണ്. ഇത് ഈ ബേസിക് ഫാക്റ്റ് കോൺഗ്രസ്സുകാരനറിയില്ല. കോൺഗ്രസ് കൺസീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുപോലെ ഈ പട്ടാളം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട സാധനമാണ് എന്ന് വരുത്തി തീർത്തു കേരളത്തിൽ. അതുകൊണ്ട് മലയാളികൾക്ക് പേടിയാകും. ഇവിടെ മണിപ്പൂരിൽ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ സുഹൃത്ത് തന്നെ ഒന്നും മിണ്ടാതെ നിന്നത് അദ്ദേഹത്തിന് അതിൽ നഷ്ടമുണ്ടാകും എന്ന് കണ്ടിട്ടാണ്. നഷ്ടമുണ്ടാകുമെങ്കിലും ഉണ്ടാകണം. എൻ്റെ സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട് അയാളും മര്യാദയ്ക്ക് നിൽക്കേണ്ടേ. മെയ്റ്റ് ചെയ്യാണ് അയാൾ മര്യാദയ്ക്ക് നിൽക്കേണ്ടേ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. പാർലമെൻറ്റ് സമ്മേളനം കൂടുന്നതിന് തൊട്ട് മുമ്പ് മണിപ്പൂർ പ്രശ്നം ഉണ്ടാകും. ദിസ് മസ്റ്റ് ബി റൂത്ത്ലെസ്ലി ക്രഷ്ഡ്. തീർക്കണം. അതിനൊരു അമാന്തം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അമാന്തം ഉണ്ടെന്ന് RSS പറയുന്നു, അവിടുത്തെ BJP പറയുന്നു. എന്നിട്ട് എന്താ അവിടുത്തെ 8 ജില്ലാ പ്രസിഡന്റുമാർ രാജിവെച്ചിരിക്കുന്നു. അതെ. എന്നിട്ട് എന്താണ് നടപടി ഉണ്ടാവാത്തത്? നടപടി ഉണ്ടാവാത്തത് ഇതിൻ്റെ സ്ട്രാറ്റജി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടെയാണ് തീരുമാനിക്കുന്നത്. സോ പീപ്പിൾ മേ ഫീൽ അവിടുത്തെ സിറ്റുവേഷൻ വെച്ചുള്ള ബഹളമാണ്. ഈ ലാർജർ പിക്ചർ അവരുടെ കയ്യിലില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ്റർനാഷണലി. ഇപ്പോൾ ബംഗ്ലാദേശിൽ റെജീം ചേഞ്ച് ഉണ്ടായപ്പോൾ ഇന്ത്യ ഒരക്ഷരം മിണ്ടിയില്ല. സത്യമല്ലേ? എവിടെ പോയി മോദിയുടെ നാക്ക്? എങ്ങും പോയിട്ടില്ല. ഷേഖ് ഹസീനയെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് ഏറ്റവും വലിയ സിഗ്നലാണ്. ഏറ്റവും വലിയ സിഗ്നൽ വിത്ത് ഹൂം ഇന്ത്യ ഈസ് സ്റ്റാൻഡിങ്. ഷേഖ് ഹസീനയെ എക്സ്ട്രഡൈറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് തരാനുള്ള ധൈര്യം പോലും മുഹമ്മദ് യൂനിസിനില്ല. മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൻ്റെ അഡ്വൈസറാണ്. അഡ്വൈസർ ടു ഹൂം? ആരെയാണ് ഇയാൾ അഡ്വൈസർ? ഇല്ലാത്ത പ്രധാനമന്ത്രിയെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 or 5 അഡ്വൈസേഴ്സ് ഉണ്ട്. അതിൽ ചീഫ് അഡ്വൈസറാണ് മുഹമ്മദ് യൂനിസ്. ഈ മുഹമ്മദ് യൂനിസ് നമ്മുടെ ട്രംപ് ഒരു യോഗത്തിൽ ചോദിച്ചു, വേർ ഈസ് ദാറ്റ് മൈക്രോ ഫിനാൻസ് ഗൈ? ഹൂ ഈസ് ദാറ്റ് ഗൈ? നോബൽ സമ്മാനം കൊടുത്തതാണ് മൈക്രോ ഫിനാൻസിന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശനല്ലേ ആദ്യം നോബൽ സമ്മാനം കൊടുക്കേണ്ടത്? മൈക്രോ ഫിനാൻസ് സക്സസ്ഫുള്ളായിട്ട് നടത്തിയൊരു മനുഷ്യനാണ്. അതിൻ്റെ പേരിൽ എന്തോ CBI അന്വേഷണം. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ CBI അന്വേഷണം അതിൻ്റെ പിന്നാലെ വരും. അസൂയയും കുശുമ്പും സംഗതിയൊക്കെ. ഏതായാലും നടേശ മുതലാളി അത് നടത്തി, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാധനം ചെയ്തതിനാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം. ഇതാണ് പുച്ഛത്തോടെ ട്രംപ് ചോദിച്ചത്, വേർ ഈസ് ദാറ്റ് മൈക്രോ ഫിനാൻസ് ഗൈ? അപ്പോൾ മുഹമ്മദ് യൂനിസിന് കറക്റ്റ് മെസ്സേജ് കിട്ടി, ഈ നാടകത്തിന് കൂട്ടുനിൽക്കാൻ ട്രംപ് തയ്യാറല്ല. ഈ നാടകം ജാനുവരി 20 തിരശ്ശീലയിടാൻ പോവാണ്. ജാനുവരി 20
മിക്കവാറും മണിപ്പൂരിലും തിരശ്ശീല വീഴും. മേ ബി 1-2 ഈ നമ്മൾ അമ്പലത്തിലെ വെടിക്കെട്ട് കഴിയുമ്പോഴുണ്ടല്ലോ കുറേ നേരം അവിടെ ഇവിടെയും പൊട്ടാതെ കിടക്കുന്ന ഓലപ്പടക്കം ടപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പിള്ളേർ പെറുക്കും ഈ പൊട്ടാത്ത പടക്കം എടുത്ത് കൊണ്ടുപോയി വെച്ച് പൊട്ടിക്കാനൊക്കെ. ഇതുപോലെ എന്തെങ്കിലും ചില്ലറ സംഭവങ്ങളുണ്ടാകും. ഈ ജനുവരി 20 പ്രത്യേകത ഞാൻ പറയുന്നത് നോട്ട് ബിക്കോസ് ഐ ഹാവ് വെരി ഹൈ റെപ്യൂട്ടേഷൻ അപ്രീസിയേഷൻ ഫോർ ട്രംപ്. ആ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാവുമെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഐ എം ടു സ്മോൾ ടു കമൻറ്റ് ഓൺ ദാറ്റ്. ബട്ട് പ്രശ്നം ഒരു മെസ്സേജ് ക്ലിയർ ആയിട്ട് പോകുന്നു. ട്രംപ് വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ 2 കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ബാലാക്കോട്ട് സ്ട്രൈക്ക് നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഡൊണാൾഡ് ട്രംപ്. ആർട്ടിക്കിൾ 370 എടുത്തു കളയുമ്പോൾ ആരായിരുന്നു? ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കാം. പ്രതീക്ഷ അർപ്പിക്കുകയൊന്നും വേണ്ട, അതൊക്കെ സംഭവങ്ങൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. ഒരു ജൈവിക പ്രക്രിയയാണ്, ജൈവ പ്രക്രിയയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.